പൊങ്കാല മറ്റൊരാഘോഷമാകാൻ കാരണം പൊങ്കാലയുടെ തലേന്ന് കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭ തിയേറ്ററിലും കിള്ളിപ്പാലം ശിവ തിയേറ്ററിലുമൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം നടത്തിയിരുന്ന സ്പെഷ്യൽ തേർഡ് ഷോകളായിരുന്നു. മിക്കവാറും അത് ചിത്രങ്ങളൊക്കെ പുണ്യപുരാണ ചിത്രങ്ങളായിരുന്നു. പൊങ്കാലയ്ക്കായി വരുന്ന ഭക്തർക്ക് രാത്രി ഒന്നിച്ചിരിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് തിയേറ്ററുകൾ അന്ന് 3ാം ഷോ സംഘടിപ്പിച്ചിരുന്നത്. അങ്ങനെ എന്തെല്ലാം ഗ്രഹാതുര സ്മരണകളുണ്ട് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട്. അന്നൊക്കെ പൊങ്കാല ദിവസം പോലും നടന്ന ആറ്റുകാൽ അമ്പലം വരെ വരാനാകുമായിരുന്നു. അത്യാവശ്യത്തിന് 2 വീലറിലും വരാം. കുറെ കഴിഞ്ഞപ്പോൾ ആണുങ്ങൾക്കൊക്കെ പാസ് നൽകി തുടങ്ങി. എൻ്റെ ചില അന്യഭാഷാ സിനിമാ സുഹൃത്തുക്കളോടൊക്കെ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി സംസാരിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു ദിവസം വന്നു ചേരുന്ന ഉത്സവമാണെന്ന് കേട്ട് അവർ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും അധികം സ്ത്രീകൾ ഒരൊറ്റ ദിവസം ഒത്തുചേരുന്ന ഇടമെന്നതിൻ്റെ പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 1ലേറെ തവണ ഇടം നേടിയ കാര്യമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഒപ്പം അഭിമാനത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, ഇതുപോലൊരു ക്ഷേത്ര ഉത്സവവും ലോകത്ത് എൻ്റെ നാട്ടിലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ നിർണായകമായ 2 സംഭവങ്ങൾ. 1978 സെപ്റ്റംബർ 3 അന്ന് ഞാൻ ആദ്യമായി അഭിനയിച്ച അഭിനയം എന്ന് പറയാവുന്ന ഒരു സിനിമയായിരുന്നില്ല, മുഖം കാണിച്ച തിരനോട്ടം എന്ന സിനിമയുടെ പൂജ ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ചായിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഷോട്ട് എടുത്ത് എൻ്റെ മുടവൻ മുകളിലെ വീടിൻ്റെ നേരെ മുമ്പിലുള്ള റോഡിലാണ്. അതിനെല്ലാം സാക്ഷിയായി ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ സുഹൃത്തുക്കളായ അശോക് കുമാർ, എസ് കുമാർ, സുരേഷ് കുമാർ എന്നിവരൊക്കെയാണ്. ഞാൻ അവരെ ഈ നിമിഷത്തിൽ ഓർക്കുന്നു.